യുദ്ധ കൊതിയനായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ നടത്തുന്ന വംശഹത്യയ്ക്ക് ഇനി ലോകത്താരും തന്നെ കൂട്ടുനിൽക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കനത്ത ഉപരോധങ്ങളും വിമർശനങ്ങളുമായി സഖ്യകക്ഷികൾ തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞു. യുദ്ധമുറകളിലെ തന്നെ ഏറ്റവും നീചവും നാണം കെട്ടതുമായ കുട്ടികളെ അടക്കം പട്ടിണിക്കിടുന്ന രീതിയാണ് നെതന്യാഹു ഗാസയിൽ പരീക്ഷിക്കുന്നത്. യുദ്ധം ജയിക്കാൻ പട്ടിണിയെ ഉപയോഗിച്ചതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് സ്പാനിഷ് ഉപപ്രധാനമന്ത്രിയും തൊഴിൽ മന്ത്രിയുമായ യോലാൻഡ ഡയസ്. ഗാസയിൽ ഇത്രയും ക്രൂരമായ കൂട്ടക്കൊല നടത്തുന്ന ഇസ്രായേലിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും അവർ പറഞ്ഞു. ഗാസ നിയമം എന്നറിയപ്പെടുന്ന ഒരു നോൺ ബൈൻഡിംഗ് പ്രമേയം സ്പാനിഷ് പാർലമെൻറ്റ് അംഗീകരിച്ചതിന് ശേഷമാണ് ഡയസിൻ്റെ ഈ പ്രസ്താവന വന്നത്. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന രാഷ്ട്രങ്ങൾക്ക് മേൽ അന്താരാഷ്ട്ര കോടതികൾ ഏർപ്പെടുത്തുന്ന ആയുധ ഉപരോധമാണ് ഈ നിയമം. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലിൻ്റെ ആക്രമണം വർദ്ധിച്ചതോടെ ബ്രിട്ടൻ അടുത്തിടെ ഭരണകൂടവുമായുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ നിർത്തിവച്ചിരുന്നു. ഗാസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഭരണകൂടവുമായുള്ള സഹകരണ കരാർ പുനഃപരിശോധിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനും തീരുമാനിച്ചിരുന്നു. അതിനിടയിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന ചടങ്ങിന് തൊട്ടു പിന്നാലെ പലസ്തീൻ അനുകൂല പ്രകടനക്കാർ സ്കൂളിൻ്റെ ഇസ്രയേലുമായുള്ള ബന്ധത്തിൽ പ്രതിഷേധിച്ച് അവരുടെ സർട്ടിഫിക്കറ്റുകൾ കൂട്ടമായി കത്തിച്ചു കളഞ്ഞു. ബിരുദദാന ചടങ്ങിന് പുറത്ത് ഫ്രീ പലസ്തീൻ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും ഫ്രീ മഹമ്മൂദ് ഖലീൽ എന്നെഴുതിയ പലസ്തീൻ പതാക പിടിച്ചും പ്രകടനക്കാർ ഒത്തുകൂടിയിരുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റി ബിരുദധാരിയും കഴിഞ്ഞ വർഷം അമേരിക്കയിൽ ഉടനീളം ഗാസയിൽ ഇസ്രയേലിൻ്റെ വംശഹത്യ യുദ്ധത്തിനെതിരെ ക്യാമ്പസ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ സഹായിച്ച പലസ്തീൻ ആക്ടിവിസ്റ്റുമായിരുന്ന ഖലീൽ മാർച്ച് 8 ന്യൂയോർക്കിൽ അറസ്റ്റിലായിരുന്നു. എന്നാൽ ഇപ്പോൾ തങ്ങളെ രൂക്ഷമായി വിമർശിച്ച രാജ്യങ്ങൾക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്ത് വന്നിട്ടുണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ ഹമാസിനൊപ്പം നിൽക്കുന്നുവെന്ന ആരോപണമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവർ ഹമാസിനെ ശക്തിപ്പെടുത്തുന്നു എന്നും നെതന്യാഹു ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങൾ ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടിയെയും മാനുഷിക സഹായം നിഷേധിക്കുന്നതിനെയും അപലപിക്കുകയും സൈനിക നീക്കം നിർത്തിയില്ലെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ മാത്രം 16,500 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ആ ഒരു കണക്ക് മാത്രം മതി ഭീകരമായ ഈ വംശഹത്യയുടെ ആഴം മനസ്സിലാക്കാൻ.